ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയല്ലോ. പെട്ടെന്ന് ചെയ്തെടുക്കാം, വളരെ ടേസ്റ്റുമാണ്. നമുക്ക് കുറച്ച് മല്ലി മുളകൊക്കെ ഒന്ന് വറുത്ത് കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ചേർത്ത് നല്ല ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. നമുക്കിത് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം. നമ്മൾ കുറച്ച് മുളക് മല്ലിയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മുളകും മല്ലിയും നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കുറച്ചേറെ വെളുത്തുള്ളി ചേർത്താലും നല്ലതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. സവാള നമ്മൾ എണ്ണ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. മുളകും മല്ലിയും കുരുമുളകും എല്ലാം നല്ലപോലെ ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. അതും മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കത് പൊടിച്ചെടുക്കാം. മുളകും മല്ലിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനയില എല്ലാം ചതച്ചെടുത്തും കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലി മുളകും കുരുമുളകും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് കുറച്ച് എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ചിക്കനും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്കിനി വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഉപ്പും ചേർക്കാം. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളവും ചേർക്കാം. വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ച് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി അടച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വേവിക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് കൂടെ നമുക്ക് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നല്ലപോലെ അലപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് എണ്ണ തെളിഞ്ഞ് നല്ല ചിക്കൻ കറി ആയിട്ട് വരും. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റും നല്ല മണവും ഉണ്ട്. നമുക്ക് ഈ ചിക്കൻ കറി ചോറുണ്ണാനും നല്ലതാണ്. നമുക്ക് ചപ്പാത്തിയോടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളിത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം. താങ്ക് യു.